എല്ലാവർക്കും PSC നോളജ് 2.0 സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടത് ആര്? മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടത് ആര്? ഓപ്ഷൻ എ മമ്പുറന്തങ്ങൾ, ഓപ്ഷൻ ബി മക്തിത്തങ്ങൾ, ഓപ്ഷൻ സി വക്കം മൗലവി, ഓപ്ഷൻ ഡി ഹസൻ ജഫ്രി. ആൻസർ ഓപ്ഷൻ ബി മക്തിത്തങ്ങൾ. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്നത് മക്തിത്തങ്ങൾ. മലബാർ കലാപം പശ്ചാത്തലമായ രചന ഏത്? മലബാർ കലാപം പശ്ചാത്തലമായ രചന ഏത്? ഓപ്ഷൻ എ കരുണ, ഓപ്ഷൻ ബി ദുരവസ്ഥ, ഓപ്ഷൻ സി ലീല, ഓപ്ഷൻ ഡി വീണപൂവ്. ആൻസർ ഓപ്ഷൻ ബി ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമായ രചനയാണ് ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമായ രചന ഏതാണ്? ദുരവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ, മലബാറിൽ വിദ്യാഭ്യാസ പ്രചാരണത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം. മലബാറിൽ വിദ്യാഭ്യാസ പ്രചാരണത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം. ഓപ്ഷൻ എ ബാസൽ ഇവാഞ്ചലിക് മിഷൻ, ഓപ്ഷൻ ബി ലണ്ടൻ മിഷൻ സൊസൈറ്റി, ഓപ്ഷൻ സി ചർച്ച് മിഷൻ സൊസൈറ്റി, ഓപ്ഷൻ ഡി സാൽവേഷൻ ആർമി. ആൻസർ ഓപ്ഷൻ എ ആണ്, ബാസൽ ഇവാഞ്ചലിക് മിഷൻ. മലബാറിൽ വിദ്യാഭ്യാസ പ്രചാരണത്തിനു നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. മലബാറിൽ വിദ്യാഭ്യാസ പ്രചാരണത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, കുറിച്യ കലാപം നയിച്ചതാര്? കുറിച്യ കലാപം നയിച്ചതാര്? ഓപ്ഷൻ എ കൈത്തേരി അമ്പു, ഓപ്ഷൻ ബി തലക്കൽ ചന്തു, ഓപ്ഷൻ സി രാമനമ്പി, ഓപ്ഷൻ ഡി കണ്ണവത്ത് ശങ്കരൻ നായർ. ആൻസർ ഓപ്ഷൻ സി ആണ്, രാമനമ്പി. കുറിച്യ കലാപം നയിച്ചത് രാമനമ്പിയാണ്. കുറിച്യർ കലാപം നയിച്ചതായിരുന്നു വെച്ചാൽ രാമനമ്പി. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശി കലാപം അടിച്ചമർത്തിയ തലശ്ശേരി സബ് കളക്ടർ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ തലശ്ശേരി സബ് കളക്ടർ. ഓപ്ഷൻ എ വില്യം ലോഗൺ, ഓപ്ഷൻ ബി ജോൺ മെക്കാളെ, ഓപ്ഷൻ സി കേണൽ മൺട്രോ, ഓപ്ഷൻ ഡി തോമസ് ഹാർവേ ബാബർ. ആൻസർ ഓപ്ഷൻ ഡി തോമസ് ഹാർവേ ബാബർ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് ആരായിരുന്നു? മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ KP ശങ്കരമേനോൻ, ഓപ്ഷൻ ബി GP പിള്ള, ഓപ്ഷൻ സി ഡോക്ടർ പൽപ്പു, ഓപ്ഷൻ ഡി കുമാരനാശാൻ. ആൻസർ ഓപ്ഷൻ എ KP ശങ്കരമേനോൻ. അപ്പം മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, പെരിനാടിലകൾ നടന്ന പ്രദേശം ഇപ്പോൾ ഏതു ജില്ലയിലാണ്? പെരിനാടിലകൾ നടന്ന പ്രദേശം ഇപ്പോൾ ഏതു ജില്ലയിലാണ്? ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി പത്തനംതിട്ട, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി കൊല്ലം. ആൻസർ ഓപ്ഷൻ ഡി കൊല്ലം. പെരിനാടിലകൾ നടന്ന പ്രദേശം ഇപ്പോൾ കൊല്ലം ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗവിദ്യ അഭ്യസിപ്പിച്ചത് ആര്? ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ അഭ്യസിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ രമണ മഹർഷി, ഓപ്ഷൻ ബി തൈക്കാടയ്യ, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി ആനന്ദ തീർത്ഥൻ. ആൻസർ ഓപ്ഷൻ ബി തൈക്കാട് അയ്യ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗവിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യ. അടുത്ത ക്വസ്റ്റ്യൻ, പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ. പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ. ഓപ്ഷൻ എ 14, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 16, ഓപ്ഷൻ ഡി 17. ആൻസർ ഓപ്ഷൻ സി 16. പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് 16. പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് 16. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച അവകാശം ഏതാണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ച അവകാശം ഏതാണ്? ഓപ്ഷൻ എ സമത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ സി ചൂഷണത്തിനെതിരായ അവകാശം, ഓപ്ഷൻ ഡി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏത്? 1. നിലവിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ 7ആണ്. 2. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത്. ഓപ്ഷൻ എ 1ഉം 2ഉം, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 1ഉം 2ഉം ശരിയല്ല. ആൻസർ
ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരിയായിട്ടുള്ളവ. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എന്നത് ശരിയായ പ്രസ്താവനയാണ്. നിലവിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ എത്രയാണ്? 6 എണ്ണമാണ്. നിലവിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ 6 എണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചതാര്? ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചതാര്? ഓപ്ഷൻ എ LM സിഗ്വി, ഓപ്ഷൻ ബി ശാന്തി ഭൂഷൺ, ഓപ്ഷൻ സി HC മുഖർജി, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ആൻസർ ഓപ്ഷൻ എ LM സിഗ്വി. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചത് LM സിഗ്വി. അടുത്ത ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകൾ. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകൾ. ഓപ്ഷൻ എ 20-21, ഓപ്ഷൻ ബി 19-20, ഓപ്ഷൻ സി 21-22, ഓപ്ഷൻ ഡി 22-23. ആൻസർ ഓപ്ഷൻ എ ആണ് 20-21. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20-21. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം മാറിയെടുക്കാവുന്ന ചെക്ക് എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആര്? ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം മാറിയെടുക്കാവുന്ന ചെക്ക് എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ TT കൃഷ്ണമാചാരി, ഓപ്ഷൻ ബി KC വേർ, ഓപ്ഷൻ സി KT ഷാ, ഓപ്ഷൻ ഡി MC ചാഗ്ല. ആൻസർ ഓപ്ഷൻ സി ആണ് KT ഷാ. ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം മാറിയെടുക്കാവുന്ന ചെക്ക് എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് KT ഷാ. അടുത്ത ക്വസ്റ്റ്യൻ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? ഓപ്ഷൻ എ പ്രസിഡന്റ്, ഓപ്ഷൻ ബി ലോക്സഭാ സ്പീക്കർ, ഓപ്ഷൻ സി വൈസ് പ്രസിഡന്റ്, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി. ആൻസർ ഓപ്ഷൻ ബി ആണ് ലോക്സഭാ സ്പീക്കർ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ലോക്സഭാ സ്പീക്കറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ എ ജാദുനാഥ് ഭട്ടാചാര്യ, ഓപ്ഷൻ ബി പിംഗളി വെങ്കയ്യ, ഓപ്ഷൻ സി രാംസിംഗ് താക്കൂർ, ഓപ്ഷൻ ഡി ദീനനാഥ് ഭാർഗവ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ദീനനാഥ് ഭാർഗവ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാരാണ്? ദീനനാഥ് ഭാർഗവ. അടുത്ത ക്വസ്റ്റ്യൻ, മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം. മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം. ഓപ്ഷൻ എ 1972, ഓപ്ഷൻ ബി 1973, ഓപ്ഷൻ സി 1963, ഓപ്ഷൻ ഡി 1991. മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത്. ആൻസർ ഓപ്ഷൻ സി 1963. മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത് 1963. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം. ഓപ്ഷൻ എ ജനുവരി ടു ഫെബ്രുവരി, ഓപ്ഷൻ ബി ജൂലൈ ടു ഓഗസ്റ്റ്, ഓപ്ഷൻ സി നവംബർ ടു ഡിസംബർ, ഓപ്ഷൻ ഡി സെപ്റ്റംബർ ടു ഒക്ടോബർ. ആൻസർ ഓപ്ഷൻ ഡി ആണ് സെപ്റ്റംബർ ടു ഒക്ടോബർ. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടമാണ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല. കേരളത്തിൽ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല. ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി പത്തനംതിട്ട, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി വയനാട്. ആൻസർ ഓപ്ഷൻ ഡി വയനാട്. കേരളത്തിൽ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്.